വൃശ്ചിക മാസം 1-ാം തീയതി തുടങ്ങുന്ന മകരച്ചവയോടനുബന്ധിച്ച് മാത്തൂരിലെ പള്ളിക്കളത്തിലെ ചേച്ചിമാരും ഏട്ടന്മാരും എല്ലാവരും കൂടി നടക്കുന്ന അവരുടെ വർഷാവർഷം നടക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ? അങ്ങനെയല്ല പറയാം, വർഷാവർഷം നടക്കുന്ന പരിപാടിയാണ്. ഒരു പൊങ്കാലകൂട്ടലാണ്, ചോറുവെപ്പ് കാര്യങ്ങളെല്ലാം മൺചട്ടി അല്ലെങ്കിൽ അതുപോലെ എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നതാണ്. ഇപ്രാവശ്യം ഇവർ ഒരു വെറൈറ്റി പരിപാടി മാറ്റിയിരിക്കുകയാണ്. ഒക്കെ മൺചട്ടി, സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ അലുമിനിയം ചട്ടികൾ കാര്യങ്ങളായിട്ട് ഒരു വെറൈറ്റി പ്രാവശ്യം ഒരു ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്കൊരു മൺചട്ടിന്റെ കാര്യം. മൺചട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 20-25 വർഷത്തിന് മുൻപേ ഉള്ള കാര്യങ്ങൾ. ഇല്ലയോ? അത് കാലം മാറും തോറും മാറ്റങ്ങളൊക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പൊ മൺചട്ടിന്റെ പരിപാടികൾ അവർ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഇത് കുറെ വർഷമായി. അപ്പൊ അത് ഞങ്ങൾ 20 കൊല്ലത്തിന് ശേഷം ഇപ്പോ ഓരോരുത്തർ പുതിയ ചട്ടി കൊണ്ടുവരും. അത് ഉള്ളവര് പുതിയ ചട്ടി കൊണ്ടുവരും, ഇല്ലാത്തത് തേച്ച് വൃത്തിയാക്കി ഇതിനെ കണക്കായി കൊണ്ടുവരുന്നുള്ളൂ. അല്ലാണ്ട് പഴയ കാലത്ത് മൺചട്ടി പറഞ്ഞ അന്ന് പുത്തൻ ചട്ടി തന്നെയാണ്. ആ പുത്തൻ ചട്ടിയില് കുറിയും പേരൊക്കെ വെച്ച് പറഞ്ഞ മാതിരി തന്നെ ഇവിടുത്തെ പരിപാടി. ഇപ്പൊ ആ ഒരു സംഭവം. അപ്പൊ ഇപ്പൊ ഉള്ള പരിപാടികൾ നമുക്ക് വൃശ്ചിക 1 മുതൽ നമ്മളെ അമ്പലങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് ചെത്തി വൃത്തിയാക്കി ഇതിന് 1.5 ഓരോ ദിവസവും 1.5 ഇങ്ങനെ വെച്ചിട്ട് വെള്ളി ചൊവ്വ വിളക്കുകൾ ഇവിടെ നടക്കും. അതായത് നമ്മളിവിടെ 2-3 വഴിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം കള്ളിവിളപ്പ്, പള്ളിക്കളം അങ്ങനെയുള്ള ഒരു ദേശമാണ്. വർഷങ്ങളായിട്ട് കാരണന്മാർ നടത്തിക്കൊണ്ടുപോകുമ്പോൾ ഓരോ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഞായറാഴ്ചകളിലൊക്കെ 2-3 വിളക്കൊക്കെ ഉണ്ടാവും. ആ വിളക്കോട് അനുബന്ധിച്ച് വിളക്ക് കഴിയുന്നോട് അനുബന്ധിച്ച് തന്നെ 3-ാമത്തെ ചുവയ്ക്കാണ് നമ്മൾ പൊങ്കാല കൂട്ടുന്ന പരിപാടി. ഇന്നത്തോടു കൂടിയിട്ട് ഒരു വർഷത്തെ കാര്യങ്ങളിൽ ഇന്നിവിടെ സമാധാനമാണ്. ഈ പൊങ്കാല കൂട്ടലോടുകൂടി ഇന്നത്തെ നാളെയാണ് ഇത് അവസാനിക്കുക. ഈ പൊങ്കാല ഞങ്ങളുടെ ചൊവ്വാഴ കൂട്ടോട് കൂടിയിട്ട് നാളെയോട് അവസാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ചേച്ചിമാരും എല്ലാവരും വന്ന് ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനല്ല ഓക്കെ. അവിടെ ഫോൺ കൊണ്ടുവന്നു. അപ്പോൾ ഇവരുടെ പരിപാടികളുടെ ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാത്തിനും ഫുള്ളായിട്ട് ഇവിടെ നിൽക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് സമയമുണ്ട്. ഇനി ഇതൊക്കെ ഇത് പ്രസാദമൊക്കെ എടുത്ത് ഇതിൽ നേരാണ് വെച്ചാൽ അതുകൊണ്ട് ഇതിന് പായസമൊക്കെ ആക്കില്ലേ, പായസമൊക്കെ അതുപോലെ അരി ചോറൊക്കെ ആക്കില്ലേ, പ്രസാദം കൊടുത്ത് കുഴക്കണം അല്ലേ.
അപ്പോൾ ഇതിനിഞ്ഞ് വേവിച്ച് കഴിഞ്ഞിട്ട് പായസം ആക്കണം, അണിയണം, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഒരുപാടുണ്ട്. സമയം നന്നായി പിടിക്കും അല്ലേ? അല്ല 5 മണിയാവില്ലേ? 5 മണിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് നിൽക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകണം. അത്യാവശ്യം അടുത്ത പ്രാവശ്യം നമ്മൾ ഗംഭീരമായിട്ട് ഒരു വീഡിയോസ് നമ്മൾ ചെയ്യും. ഇപ്രാവശ്യം നമുക്ക് നേരം വൈകിയതുകൊണ്ട് നമ്മൾ കുറച്ച് ഷോർട്ടേജ് നേരത്തെ കാലത്ത് കാരണം അത് ശരിയാണ്. അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോവുകയാണ് അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല അടുത്ത പ്രാവശ്യം സൂപ്പറാക്കാം കേട്ടോ. അടുത്ത പ്രാവശ്യം ക്യാമറക്കാരനെ കൊണ്ട് നമുക്ക് സൂപ്പറാക്കാം പോരെ? ആ ശരി.